മഅന്ന തജ്രിബത ഗൈറു മുതതദ്ദിഖത്തിൻ ഇലൈഹ, ആ പറയുന്ന ഉഖറബിയ ജീവിതത്തിലേക്ക് ചെന്ന് മുട്ടാൻ കഴിയാത്തതാണല്ലോ നമ്മളെ പരിശോധന. വൈനമാകാന തജ്രിബത്തു തതറഖു ഇലൈഹ, എന്നാ പിന്നെ ആ തജ്രിബത്തി പറയുന്ന ഉഖറബിയായ ഹയാത്തിലേക്ക് ചെന്ന് മുട്ടും വഴിയാകും. ലൗ റജായിലേന ബാളപ്പോഴാകുക ആഖിറത്തിലെ അവസ്ഥക്ക് എന്താണെന്ന് അറിയില്ലേ, നമുക്ക് പറയണ്ടല്ലോ, പറഞ്ഞു കേട്ടില്ലേ ഉള്ളൂ. നമ്മളെ വിശ്വാസം അങ്ങനെയുള്ളൂ. എന്നാ അതിൽ പല രഹസ്യങ്ങളുണ്ട്, അത് നമുക്ക് ആർക്കും അറിയുന്നില്ല. അതെന്താണ് ഇനി അവിടെ എന്തൊക്കെ നടക്കുക നമുക്ക് പറയാൻ പറ്റൂലല്ലോ, നമ്മൾ വിശ്വസിച്ചു. ലോ റജായിലേന ബാദിൽ അമ്പാത്തി, ചില ആൾക്കാർ മറ്റവർക്ക് ചില ആൾക്കാർ വന്ന് നമ്മൾക്ക് മടങ്ങി വരിക. അള്ളാഹുവിന്റെ അടുത്തേക്ക് വന്നാകെ ഒരുമിച്ച് കൂട്ടാനും അടുപ്പിക്കുവാനും ഉപകാരമുള്ള സ്വീകരിക്കാനും വരുന്ന കർമ്മങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ആ ബാദിൽ അമ്പാത്തി നമ്മടുത്ത് അതിന് പറഞ്ഞു തരിക. അങ്ങനെ പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റുണ്ടാവുക, അല്ലാതെ കിട്ടൂല. അതത്തി അനുഭവം അതുപോലെ തന്നെ അമാൽ മുബഅദത്ത് അനുഭവം, ചില അമലുകളെ തൊട്ട് അൽ മുബഇദത്തു നേകാരം, അൽ മുബഇദത്തി അൻഹു, ഈ പറയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അകറ്റുന്ന ചില കർമ്മങ്ങൾ ഒക്കെ ചില വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ, ബുദ്ധികളെ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുങ്ങി കിടക്കുകയാണ് എന്നർത്ഥം. അത്തരം കാര്യങ്ങൾ അവൻ കൊതിക്കുന്നില്ല, അങ്ങനെപ്പെട്ട ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ യക്കിഫീക്ക, നിനക്ക് മതി മമ്പാഴത്തിലാക്കല്, ബുദ്ധിയുടെ ഉപകാരത്തിൽ നിനക്ക് മതി. അത് എഴുതിയൊക്കെ നബിതകളെ സത്യമാക്കുന്നതിലേക്ക് അള്ളാഹിനെ ചേർത്തിത്തരല്ലേ. യുഫ്ഹിമക്ക മവാരിദ ഇഷാറത്തി, റസൂലെന്ന് സൂചിപ്പിച്ച വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് എന്നെ മനസ്സിലാക്കി തരിക. ഇങ്ങനെ മതി. ഫാസിൽ അഖില ബാലദാലിക്ക, അതിന്റെ ശേഷം ബുദ്ധിയെ നീ എന്താക്കിക്കോ, പിടിഞ്ഞോ, അനി തസറുഫി, സർഫാക്കുന്നതിനെ തൊട്ട് ചെയ്യുന്നു. ലാസിമിൽ പല തുസല്യം, തസറുഫി, അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ശേഷം പിന്നെ കൈകാര്യം ചെയ്യുന്ന തൊട്ട് നിന്റെ ബുദ്ധി തടഞ്ഞു നിർത്തണം. അപ്പൊ ലാസിമിൽ ഇത്തിബാ, നബിനോട് സുന്നത്ത് പിൻപറ്റ നിർബന്ധമാക്കിക്കോ. അലാ തസ്ലമു ഇല്ലാ ബിഹി, ഒരിക്കലും എനിക്ക് അതുകൊണ്ടല്ല രക്ഷയില്ല, ബുദ്ധിയോട് ചിന്തിച്ചതിന് മാത്രം പോലെ ഇത്തിബാ വേണം. അസ്സലാം, അള്ളാഹു തആല വാക്കെന്ന് പറയേണ്ടല്ല, അങ്ങനെ സലാം പറയുന്നു, ഏൽപ്പിക്കുക നിർത്തം. വലിദാലിക, അതുകൊണ്ടല്ലേ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞത്, ഇന്ന മിനൽ ഇൽമി ജഹ്ല, ഇൽമിന്റെ കൂട്ടത്തിൽ നിശ്ചയം വിവരക്കേടുണ്ട്. വഇന്ന മിനൽ ഖൗലി, ഖൗലിലുണ്ട് ഇയ്യൻ, വേണ്ടാത്തതും തിരിയാത്തതൊക്കെ ഉണ്ട്, ആശയം മനസ്സിലാക്കാത്ത വാക്കും ഖൗലിലുണ്ട്. മഅലൂമുൻ, അറിയപ്പെട്ടതാണ്, അന്നൽ ഇൽമ ലാ യകൂനു, ഇൽമ എന്ന് പറഞ്ഞാൽ അതെന്താവില്ല, ജഹ്ല വിവരക്കേടാവില്ല. വലാകിന്നഹു, എങ്കിലും ഇൽമിന്റെ അഖിലുകാരിയോ അസ്തിറു തഹ്സിറൽ ജഹ്ലി ബിൽ ഇളറാരി, ബുദ്ധിമുട്ടാക്കുന്ന വിഷയത്തിൽ ജഹലിന്റെ ഉടമകളെ അല്ലാഹു തആല എന്താക്കും, അല്ലാഹു തആല അല്ല, വലാകിന്നഹു, എങ്കിലും ഇവൻ എന്താണ്, ബുദ്ധിമുട്ടാക്കുന്ന കാര്യത്തിൽ വിവരക്കേട് ഫലം വരുത്തുന്ന തെരഞ്ഞെടുക്കുകയാണ്. കാരണം ഇൽമു എന്നുള്ളത് എന്താ, ജഹലാകൂല എന്ന് അറിയപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ജഹൽ തെരഞ്ഞെടുക്കാൻ അവൻ നോക്കുന്നു. ബുദ്ധിമുട്ടാക്കുന്ന കാര്യത്തിൽ വിവരക്കേട് തെരഞ്ഞെടുക്കണവൻ. അപ്പൊ കാലായുധൻ, വീണ്ടും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖലീലുൻ മിന തൗഫീഖ്, ഈ തൗഫീഖ് എന്ന് പറഞ്ഞു കിട്ടിയാൽ ഖൈറുൻ, അതാണ് ഗുണകരം, മിൻ കസീർ മിനൽ ഇൽമി, ഇൽമ ഒരുപാടുണ്ട്, തൗഫീഖ് കുറച്ചും കിട്ടിയാൽ അതാണ് തൗഫീഖിലാണ് അപ്പോ നല്ലത്. ചെയ്ത് തന്നെ പ്രാർത്ഥിച്ചനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, മാ അക്സറ സജറ, വൃക്ഷത്തെ അധികരിപ്പിച്ച വസ്തു എന്തെന്നാണ്, വലൈസ കുല്ലുകാവി മുസ്ലിം, എല്ലാ മരങ്ങളും എന്തല്ല, കായ്ക്കുന്നതല്ല. വമാ അക്സറ സമറ, വൃക്ഷത്തെ അധികമാക്കിയ വസ്തു എന്താണ്, വലൈസ കുല്ലുകാവി ത്വയ്യിബിൻ, എല്ലാ പഴങ്ങളും എന്തല്ല, നല്ലതല്ല. വമാ അക്സറ ഉലൂമ, വിജ്ഞാനത്തെ അധികരിപ്പിച്ച വസ്തു എന്താണ്, വലൈസ കുല്ലുഹാ ബിനാഫിഇൻ, അപ്പോൾ എന്താ, എല്ലാം ഉപകാരമുള്ളതാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ ചോദിച്ചാൽ ബുദ്ധികളൊക്കെ തഖ്സുറു, അവകൾ ചുരുങ്ങി നിൽക്കുകയാണ്, അൻ ഇദ്റാകി മനാബിൽ അദ്വിയത്തി,
ആ മരുന്നിന്റെ ഉപകാരങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന കാര്യത്തിലേക്കൊന്നും ബുദ്ധി പോയിട്ടില്ല. ആ മരുന്നിന്റെ ഉപകാരങ്ങൾ മനസ്സിലാക്കുന്നതിനെ തൊട്ടൊക്കെ ബുദ്ധികൾ ചുരുങ്ങി നിൽക്കുകയാണ്, മനസ്സിലാക്കുന്നില്ല. എന്തോടുകൂടി തന്നെ തജ്രിബത്ത, ആ ബുദ്ധിക്ക് ആ മരുന്നുകൾ കടക്കുന്ന എന്തൊക്കെയെന്ന് പരിശോധിക്കലും പരീക്ഷിക്കലും നിരീക്ഷിക്കലൊക്കെ സബീലുൻ ഇലൈക, അവകൾക്കുള്ള ഉപകാരങ്ങൾ എന്താണെന്ന് അറിയാനുള്ള മാർഗമാണ് തജ്രിബത്ത്. അത്തരമൊരു പരീക്ഷണങ്ങളോ പരിശോധന ഒന്നും നടത്താതെ അതിന്റെ ഉപകാരം മനസ്സിലാക്കാതെ ബുദ്ധിയോടെ മരവിച്ച് കിടക്കുന്നു. അപ്പൊ വൽ ബുദ്ധികൾ തഖ്സുറു അൻ ഇദ്റാക്കി മാ യൻഫഉ ഹയാത്തൽ ആഖിറത്തി, ആഖിറത്തിന്റെ ജീവിതത്തിന്റെ ഉപകാരം എന്ത്, ആഖിറത്തിലെ ജീവിതത്തിന്റെ ഉപകാരത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കലിനെ തൊട്ട് ബുദ്ധികളൊക്കെ എന്തായി അവിടെ ചുരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഉപകാരമുള്ള കാര്യമൊന്നും ബുദ്ധികൾ കൊണ്ട് ചിന്തിക്കുന്നില്ല. എന്തോടുകൂടെ മഅന്ന തജ്രിബത്ത, ഈ പറയുന്ന ദുന്യവി അല്ല ആഖിറത്തിന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുത്തുന്ന കാര്യത്തെ പരിശോധിക്കല് വൈറു മുതദ്ദിഖാത്തിൻ ഇലൈഹ, അത് അതിന്റെ ആ ജീവിതത്തിലേക്ക് എന്താണ് വഴിമുട്ടിക്കാത്തതാണ് എന്നതോടുകൂടി തന്നെ കഴിയൂല എന്നതോടുകൂടി തന്നെ അത്തരം ചിന്തകളൊന്നും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നില്ല. വഇന്നമാ കാനത്ത് തജ്രിബത്തു തതദറഖു ഇലൈഹ, എന്നാ പിന്നെ ഈ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് പരിശോധിച്ചത് വഴിയാവുക എന്നുള്ളത് എപ്പോൾ മാത്രമാണ്? ലൗ റജഅ ഇലൈന ബഅദുൽ അംവാതി, ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോ എന്തെന്നൊന്നും പറയാൻ പറ്റൂല, ഒന്നുകൂടെ പറയാൻ പറ്റില്ല, പരിശോധിച്ചാൽ കിട്ടൂല. ഖബർ മാതി നോക്കിയാൽ ചോദിക്കുന്നതും മയ്യത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും? ഇല്ലല്ലോ. ആള് നരകമുണ്ട് സ്വർഗമുണ്ട്, പക്ഷെ അവർ കാണാൻ കഴിയില്ല. അങ്ങനെ തന്നെ ആഖിറത്തിന്റെ ജീവിതമൊക്കെ. അപ്പൊ ആഖിറത്തിന്റെ ആ ജീവിതം എങ്ങനെയാണ് എന്താണ് എന്നതിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോ ആ പരിശോധന അവിടെ ചെന്ന് വഴിയാവൽ എപ്പോഴാ, അതിലേക്ക് ചെന്ന് മുട്ടലെപ്പോഴാ? ലൗ റജായിലേന, നമ്മളിലേക്ക് മടങ്ങി വന്നാൽ ബഅദുൽ അംവാതി, മരിച്ചവന് ചില ആൾക്കാർക്കിട്ട് വരണം നമ്മുടെ അടുത്തേക്ക്. എന്നിട്ട് ഇപ്പൊ അഖ്ബറന, ആ മരിച്ച ആള് വന്നിട്ട് നമ്മോട് പറയാ അനിൽ അഅ്മാലിൽ മഖ്ബൂലത്തി അൻ നാഫിഅത്തിൽ മുഖർരിബത്തി ഇലല്ലാഹി തആല സുൽഫ, പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന എല്ലാ നിലയിലും അടുക്കാൻ പറ്റുന്ന ഉപകാരമുള്ള സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന മരിച്ച ആൾ വന്ന് നമ്മൾ പറയണം. അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കെന്താവും? അത് ബോധ്യമാവും. അപ്പോഴേ നമ്മളെ പരീക്ഷണം നടക്കും, ശരിയാവുള്ളൂ. അതുവരെ നമ്മളെ നിരീക്ഷണവും പരീക്ഷണം അവർക്ക് എത്തൂല. അപ്പൊ അനിൽ അഅ്മാലി അൽ മുബഇദത്തി അൻഹു, അള്ളാഹിനെ തൊട്ട് അകറ്റുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നത് പറഞ്ഞു തരണം. അതുപോലെ തന്നെ വഖദാരിൽ അഖായിരി, അതുപോലെ ഏതൊക്കെ കാര്യങ്ങൾ വിശ്വസിച്ചാലാണ് സ്വർഗം കിട്ടുക, ആഖിറത്തിലെ ഇത് നന്നാകുക, ഏതൊക്കെ കാര്യങ്ങള് വിശ്വസിച്ചാലാണ് നരകം കിട്ടുക എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ കിടക്കുന്ന ആൾക്കാർ തിരിച്ചുവിടെന്ന് പറയണം. അത് നടക്കുവോ? പദാലിക്ക, ആ ഒരു സംഗതി ഇങ്ങനെ ഈ മരിച്ച ആള് വന്ന് ഈ കാര്യം പറയാം എന്നുള്ളത് മിമ്മാല യുത്മഉ ഫീഹി, ഒരിക്കലും അതിൽ ആഗ്രഹിക്കപ്പെടാൻ കഴിയാത്തൊരു കാര്യത്തിൽപ്പെട്ടതാണ്. എന്നിരിക്കെ നമ്മൾ എത്ര നിരീക്ഷണം നടത്തിയാലും പരീക്ഷിച്ചാലും അവിടേക്ക് എത്താൻ കഴിയില്ല. എത്രയും ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം പല രഹസ്യവും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെയും ആലോചിച്ചാൽ തന്നെയും കിട്ടാത്തുണ്ട്, മനസ്സിലായില്ലേ? അത് കിട്ടിയവരാണ് ഉലമാക്കളും അമ്പിയാക്കളും എന്ന്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഫയക്ഫീക, മരിച്ചവര് വന്ന് ഏതായാലും പറയില്ല. ഫയക്ഫീക, അപ്പൊ നിനക്ക് മതി മിൻ മൻഫഅത്തിൽ അഖ്ലി, നിന്റെ ബുദ്ധി കൊണ്ടുള്ള ഉപകാരത്തിന് മതി. അയ്യഹ്ദിയക, എന്തെന്നറിയാമോ? അത് നിന്നെ ചേർത്തുക ഇലാ സിദ്ഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ സത്യമാണ്. ഒരുപാട് ഉഖ്റവിയായ ജീവിതത്തിലെ രഹസ്യങ്ങളും ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യങ്ങളും നമുക്ക് മറഞ്ഞു കിടക്കുന്ന പല അസ്റാറുകളും മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഒക്കെ സത്യമാണെന്ന്, ആ സത്യത്തിലേക്ക് നിന്റെ ബുദ്ധി ചേർക്കുന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ ഉപകാര ബുദ്ധി. ഓ യുഫിഹിമക, ആ ബുദ്ധി നിനക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മവാരിദ ഇസാറാത്തിഹി, മുത്തുനബി തങ്ങൾ കൊണ്ടുവന്ന സൂചനകൾ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി തരും. ആ രീതിയിലുള്ള ബുദ്ധിന്റെ ഉപകാരം മതി, നിനക്ക് വേറൊന്നും വേണ്ട. അതുകൊണ്ട് ഫഅദിൽ അഖ്ല, നിന്റെ ബുദ്ധിയെ നീ വെടിയേ. ബഅദ ദാലിക, അത്തരം കാര്യം ചിന്തിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നീ വെടിയുക. അരി തസറുഫി, ആ അസ്റാറുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് നീ പോവണ്ട, മാറ്റി വെച്ചോളാം. റസൂലുള്ള പറഞ്ഞത് കേട്ടോളാം, അതിന്റെ വഴികൾ മനസ്സിലാക്കിക്കോളാം. എന്നിട്ട് ലാസിമിൽ ഇത്തിബാ, എന്നിട്ട് നബിനോട് തുടരാൻ നോക്കുക. നബിന്റെ പാത അനുസരിച്ചുള്ള സ്വഹാബത്ത്, ഔലിയാക്കള്, ഉലമാക്കള്, സ്വാലിഹ്യങ്ങള്,
അങ്ങനെ നല്ലതായിരിക്കുന്ന പരമ്പരാഗത പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് തുടർന്നങ്ങ് പോയിക്കോ, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. ഫലാത്തസ്ലം ഇല്ലാതി, നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ നിനക്ക് രക്ഷ കിട്ടണോ, അത് റസൂലുള്ളാഹിയുടെ സുന്നത്തുമായി പിൻപറ്റുക തന്നെ വേണം. വസ്സലാം, അവിടെ രക്ഷയുള്ളൂ, അല്ലാതെ അവിടെ രക്ഷ കിട്ടൂല. അപ്പൊ രക്ഷയുടെ മേലുള്ള ആൾക്കാരായ ഓൽക്കാണ് സലാം. വലിദാലിക, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാലോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്ന മിനൽ ഇൽമി ജഹ്ല വ ഇന്ന മിനൽ ഖൗലി റിയാ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, വിജ്ഞാനത്തിൽ വിവരക്കേടുണ്ട്. അല്ലേ? നമ്മൾ മനസ്സിലാക്കിയെടുത്തോടത്ത് തന്നെ നമ്മൾ അറിവുണ്ടെങ്കിൽ ആ അറിവിൽ നമുക്ക് ജഹിലുണ്ട്. കാരണം നമ്മൾ എന്തേ അറിഞ്ഞിട്ടുള്ളൂ? കുറച്ച് ഭാഗ്യമായത് മാത്രം. ബാക്കി എത്ര കിടക്കുന്നുണ്ട്? വൈന്നമിനോ കൗലി, നമ്മുടെ വാക്കിൽ എന്തുണ്ട്? ഈയൻ, നമുക്ക് ആശയം മനസ്സിലാക്കാത്ത പല രീതിയിലുള്ള സംസാരമുണ്ട്. ഇതൊക്കെ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം. അത് ഇതുകൊണ്ട് തന്നെ. അപ്പൊ ഇനി ഇത്തിബായി നടക്കുള്ളൂ, വേറൊന്നും നടക്കൂല. അപ്പൊ മഅലൂമുൻ, അറിയപ്പെട്ടതാണല്ലോ. എത്തരത്തിൽ അറിയപ്പെട്ടതാണെന്ന്? അന്നൽ ഇൽമ, വിജ്ഞാനം. ലാ യകൂനു, ആ വിജ്ഞാനം ജഹരൻ, അത് വിവരക്കേടാവൂല എന്ന് അറിയപ്പെട്ടിരിക്കേ, എന്നിട്ട് ഇതിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ വലാകിന്നഹു, അങ്ങനെയൊക്കെയാണ് എങ്കിലും ഈ വിജ്ഞാനം യുഅസ്സിറു, അത് ഫലം വരുത്തുന്നു, തഅ്സീറൽ ജഹ്ലി ബിൽ ഇദ്റാരി, പ്രയാസപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഒരു വിവരക്കേട് എത്രമാത്രം പ്രയാസപ്പെടുത്തുന്നുണ്ടോ, ആ പ്രയാസപ്പെടുത്തുന്നതിൽ ഫലം എത്ര വരുത്തുന്നുണ്ടോ, ആ ഒരു ഫലം ഈ ഇൽമിൽ വരുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രയാസപ്പെടുന്ന വിജ്ഞാനമുണ്ട്, അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖലീലുൻ മിനത് തൗഫീഖി ഖൈറുൻ മിൻ കസീരിൽ ഇൽമ്. ഒരാൾക്കൊരുപാട് അറിവുണ്ട്, അറിവിന്റെ കൂടാരാണ് അയാള്. ആ അറിവുണ്ടായിട്ടൊന്നും കാര്യമില്ല, അതിനേക്കാൾ ഗുണകരം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കുറച്ചെങ്ങാനും തോഫീക്ക് കിട്ടിയോ അവരാണ്. ഒരു നല്ലക്കാൾ പോകും. ഇൽമുള്ളവർക്ക് തോഫീക്ക് കുറവാണെങ്കിൽ പറയുമാണ്, അവർക്ക് ഇൽമു കൂടുതലുണ്ടെങ്കിൽ ആകൊണ്ട് നശിക്കുച്ചമാക്കും. അപ്പൊ തോഫീക്ക് കിട്ടിയവൻ അവൻ കുറച്ചുള്ളെങ്കിൽ അതാണ് ഗുണകരം ഒരുപാട് ഇൽമുള്ളതിനേക്കാൾ എന്നാണ്. എന്തുകൊണ്ടാ? നല്ല വഴിക്ക് ആവണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ട്, അത് തന്നെയാണ്. അപ്പൊ ഈസാ അലൈഹി സ്വലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ ഒരു ഉദാഹരണം, സജറ, ഈ വൃക്ഷത്തിൽ ഒരുപാട് വൃക്ഷങ്ങൾ, ഇതൊക്കെ അധികരിപ്പിച്ച വസ്തുത അത്ഭുതത്തോടുകൂടി പറയാണ്. വലൈസ കുല്ലുഹാബി മുസ്മിരിൻ, ഈ കാണുന്ന മരത്തോട്ടം മുഴുവനും കായുണ്ടാവില്ല. അങ്ങനെ കായ ഉണ്ടാതിരിക്കെ എത്ര മരങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ ഉപകാരമില്ലാത്ത സ്ഥിതി മനസ്സിലായില്ല. ഒമാ സമറ, അത് മാത്രമല്ല എത്ര പഴങ്ങളുടെ കാണുന്നുണ്ട്, ഇത്രകാനും പഴങ്ങളാ. ഈ പഴങ്ങൾ അധികരിപ്പിച്ച വസ്തു എന്താ? വലൈസ കുല്ലുഹാബി ത്വയ്യിബിൻ, അങ്ങനെ നോക്കുമ്പോ എല്ലാ പഴങ്ങളും നല്ലതുമല്ല. തിന്നാൻ പറ്റാത്തത് അതിലുണ്ട്, ഉപകരിക്കാൻ പറ്റാത്തത് അതിലുണ്ട്, ഉപകരിക്കാൻ പറ്റുന്നതുമുണ്ട്. ഒമാ എത്ര വിജ്ഞാനങ്ങളോടെ കിടക്കുന്നത്. ഈ വിജ്ഞാനങ്ങളൊക്കെ അധികരിപ്പിച്ച വസ്തു എന്താ? വലൈസ കുല്ലുഹാബി നാഫിൻ, ആ വിജ്ഞാനം മുഴുവനും എന്തല്ല? ഉപകാരമുള്ളതല്ല. അപ്പൊ എന്താ ഇന്ന് മനസ്സിലാക്കാനുള്ളത്? നമ്മളെ കാര്യം ബുദ്ധി കൊണ്ട് ചിന്തിച്ചൊരുപാട് നമ്മൾ വിജ്ഞാനം ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, ഒരുപാട് പഠിച്ചിട്ടും കാര്യമല്ല. ഉപകാരമുള്ള ഇൽമേ പറ്റൂ, ഉപകാരമുള്ളത് നമുക്ക് പറ്റുള്ളൂ, അത് കുറച്ചുണ്ടായാലും മതി എന്നപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ ഉപകാരമുള്ളത് എന്താ? നബിയും സ്വഹാബത്തും ഇസ്ലാം പഠിപ്പിച്ച് നോക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് ഉപകാരമുള്ള ഇൽമാണ്. അല്ലാതെ ഒരുപാട് പഠിച്ചു വെച്ചത് കൊണ്ടൊന്നും ഉപകാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നീ അറിയുക, അന്നവ് നിശ്ചയമാടും കാര്യം നിപുണനായ വിദഗ്ധനായ ഒരു ഡോക്ടർ മനസ്സിലാക്കും പോലെ എന്തിന്റെ പേരില് അല അസ്റാരിൻ ഫിൽ മുആലജാതി, ചികിത്സകളിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും, അത്തരം രഹസ്യങ്ങളുടെ മേലിൽ നിപുണനായ ഡോക്ടർ വെളിപ്പെടും, മനസ്സിലാക്കും. എങ്ങനത്തെ അസ്റാറുകൾ? ഈ രഹസ്യങ്ങൾ അറിയാത്ത ഒരാള് അത് വിദൂരമായിക്കോളും. അങ്ങനൊക്കെ ഉണ്ടോ? അങ്ങനൊന്നില്ല എന്നൊക്കെ പറയുന്ന വിദൂരമായി കാണുന്ന ആളുകൾ ഉണ്ടാകും, അറിയാത്തവരും. അങ്ങനത്തെ ഒരുപാട് രഹസ്യങ്ങൾ ആർക്കറിയാം? ബുദ്ധിയുണ്ട്, നല്ല നിപുണനായ ഡോക്ടർക്ക് അതറിയുള്ളൂ. അപ്പൊ നമുക്ക് പരിശോധന അറിയാതെ ഒരു ഡോക്ടർ ചെല്ലുമ്പോ അയാൾ പറയുന്നതല്ല മറ്റൊരു ഡോക്ടർ പറയുന്നത്. അതെന്താ? അവരുടെ അറിവിൽ വ്യത്യാസമുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നതുപോലെ വഗദാലിക്ക്, അതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്. അതുപോലെ അൽ അംബിയാ, അംബിയാക്കൾ. എങ്ങനത്തെ അംബിയാക്കൾ? അസിബാൽ ഖുലൂബി, ആത്മീയ
ഇതിയെ അതുപോലെ ആത്മീയമായിരിക്കുന്ന രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഡോക്ടർമാര്. പാരത്രിക ലോകത്തിലുള്ള ജീവിതത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവരൊക്കെ അതുപോലെ തന്നെയാണല്ലോ ഈ ഡോക്ടർ രഹസ്യം മനസ്സിലാക്കിയ ഡോക്ടർ പോലെയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, അപ്പൊ ഉഖ്റവിയ കാര്യം അതിന്റെ രഹസ്യം നമ്മക്കറിയില്ല. അതുപോലെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയതായിരിക്കുന്ന രോഗങ്ങളെ പറ്റി നമുക്കറിയില്ല. അതിനെ ചികിത്സിക്കുവാൻ കഴിയുക അമ്പിയാക്കൾക്കും ഉഖ്റവിയായിരിക്കുന്ന ജീവിതത്തിന്റെ കാരണം മനസ്സിലാക്കിയ പണ്ഡിതരുമാണ്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഫലാ തതഹക്കമു അലാ സുന്നത്തിഹിം ബിമഅഖൂലിക, നീ എന്താണോ മനസ്സിലാക്കിയതെങ്കിൽ ആ മനസ്സിലാക്കിയ കാര്യം കൊണ്ട് അവരുടെ ഈ പറഞ്ഞ അമ്പിയാക്കൾ ഉലമാക്കൾ അവരുടെ ചര്യപ്രകാരം അതിന് എതിരായിട്ട് നീ എന്താ നിൽക്കണ്ട, വിധി കൽപ്പിക്കാൻ നിൽക്കണ്ട. ഓര് പറഞ്ഞതുപോലെ കേട്ടോള. ഓര് പറയും നേരെതിര് നീ മനസ്സിലാക്കിയിട്ട് വിധിച്ചാൽ അപ്പൊ സഹരിക്കൂ, നീ നശിക്കുക തന്നെ ചെയ്യും. നിനക്കതിനെ പറ്റി അറിയില്ല. അപ്പൊ അറിയുന്നവര് പറയുന്നത് കേട്ട് മനസ്സിലാക്കിക്കോ. ഇനി നോക്കിക്കോ, ഫകം മിൻ ഷഖ്സിൻ, എത്ര എത്ര വ്യക്തികളാണ് യുസീബുഹു ആ വ്യക്തിക്ക് എത്തുന്നുണ്ട്, ആരിലും രോഗം എത്തുന്നുണ്ട്. ഫി അസ്മഇ അവന്റെ വിരൽ രോഗമുണ്ട്. അപ്പൊ അങ്ങനെ വിരലുള്ളതായിരിക്കുന്ന ഒരു രോഗമുള്ളൊരു വ്യക്തി യഖ്തദി അവന്റെ ബുദ്ധി തേടുന്നത് എന്താണ്, ആ യുത്തിലിയഹു അതിനൊന്ന് ശരിപ്പെടുത്തുവാനും അതിനൊന്ന് പൂശാനും ഒക്കെ അല്ലേ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോ എന്താക്കും, ഹാദിഖു ഇങ്ങനെ പോയാൽ ചികിത്സിച്ച് ഭേദമാക്കാനും അതിനെ ശരിപ്പെടുത്തുവാനുമായിരിക്കും ഒരു വ്യക്തി ചിന്തിക്കുക. അങ്ങനെ അവനെ എന്താക്കും എന്നറിയാം, ഏതുവരും ചെയ്യും. തബീബു അൽ ഹാദിഖു, നിപുണനായ ഒരു ഡോക്ടർ, ബുദ്ധിമാനായിരിക്കുന്ന ഡോക്ടർ അവനെ ഉണർത്തുന്നത് വരെ എന്താ ഉണർത്തുക, അന്ന ഇലാജവു നിശ്ചയമായിട്ടും ആ വിരൽ കടക്കുന്ന രോഗത്തിന് ചികിത്സ യുത്തിലിയൽ കഫ മിനൽ ജാനിബിൽ ആഖിർ മിനൽ ബദനി, ശരീരത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തുള്ള മുൻകൈ ഉണ്ടല്ലോ, ആ മുൻകൈയിൽ എന്താക്കണം എന്നറിയാമോ, അത് ശരിപ്പെടുത്തണം, അത് ചികിത്സ നടത്തണം എന്ന് പറയുന്നത് രഹസ്യമായ അറിവാണ്. പക്ഷെ അപ്പൊ ഈ പറഞ്ഞ വിഷയത്തെ എന്താക്കും, വിദൂരമായി കാണും. അങ്ങേയറ്റത്തെ വിദൂരമായിട്ട് കാണും. ഈ തൊലിപ്പാടുകൾ ഉൾപ്പെടുന്ന രീതികളും അതിന്റെ രൂപം എങ്ങനെയാണെന്നും അതുപോലെ അതിന്റെ മുളച്ചു വരുന്ന ആ സ്ഥലങ്ങൾ അത് എങ്ങനെയാണ് എന്നും അറിയാത്തൊരു വ്യക്തി ഈ ഒരു പറഞ്ഞ കാര്യത്തെ എന്താകും, നിഷേധിക്കുവാനും അത് അകലമായി കാണാനും കഴിയും. എന്നാൽ അറിയുന്ന ഡോക്ടർമാർ അങ്ങനെയല്ല, ഓരതിന്റെ രീതി പറഞ്ഞുതരും. അയാൾ ബദനി എന്നിട്ട് ആ തൊലി വന്നിട്ട് ശരീരമായി കൂടിച്ചേർന്ന പോയിന്റുകൾ എങ്ങനെയാണ്, അതിന് ന്യായങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാത്ത ആളുകളെ ദൂരമായി കാണും. ഇതറിയുന്ന ഡോക്ടർ ചികിത്സിക്കാൻ പറയും. അതാണ് എല്ലാ ഡോക്ടറും ചികിത്സിക്കാൻ പറ്റൂല. അല്പജ്ഞാനികളായ ഡോക്ടർമാരുണ്ട്, ചെറിയ തലവേദനയും മരിക്കൊക്കെ പറഞ്ഞ ഡോക്ടർമാർക്ക് എല്ലാ രോഗത്തിനും പറ്റൂല. അപ്പൊ അതിന്റേതായ രോഗങ്ങൾ പഠിച്ച വിദഗ്ധ ഡോക്ടർമാർ അവരെ പോയി കാണണം. എന്തെങ്കിലും ആ രോഗത്തിന്റെ ചികിത്സ എന്താണെന്ന് അറിയുള്ളൂ, ആ രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്നതുപോലെ നമ്മളെ നന്നാക്കാനും നമ്മളെ സംസ്കരിക്കുവാനും വേണ്ടി വന്ന അമ്പിയാക്കള് അവരുടെ ഡോക്ടർമാരാണ്. പാരത്രിക ലോകത്തേക്കുള്ള ജീവിതം ശുദ്ധീകരിക്കുവാനും അതിന് പഠിപ്പിക്കാനും വന്നവരാണ് പറയും. അവര് പറയുന്ന രഹസ്യവും കാരണം നമുക്കറിയില്ല. അത് നമുക്ക് കേട്ട് മനസ്സിലാക്കി ജീവിക്കാനേ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പൊ കഥ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യം കടക്കുന്നത് തോന്നിക്കുന്ന ആഖിറത്തിൽ, ആഖിറത്തിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ വഴിയിലും അങ്ങനെ തന്നെ കാര്യമുള്ളത്. ആദാബിഹി, അതുപോലെ തന്നെ ശറഇന്റെ ചര്യകളിൽ നമുക്ക് മനസ്സിലാകാൻ കടക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതുപോലെ അതിന്റെ മര്യാദകൾ, ആ മര്യാദകൾ കടക്കുന്ന ഒരുപാട് നമുക്ക് തിരിയുന്നതും തിരിയാത്തതുമുണ്ട്. അതൊക്കെ അതിലുണ്ട്. അഖായിദിഹി, അതുപോലെ ശറഇന്റെ വിശ്വാസകാര്യങ്ങളിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തിരിയുന്നത് ഉണ്ട്. അതിലെത്രയോ രഹസ്യമായി കടക്കുന്ന വലുതുമാണ്. അല്ലത്തി എങ്ങനത്തെ അഖായിദകള്, എങ്ങനത്തെ അഖായികള്, എങ്ങനത്തെ ആദാബുകള്, അതുകൊണ്ടൊക്കെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ആരാധിക്കുക ചെയ്യുന്ന ഈ പറയുന്ന വിശ്വാസങ്ങളും അത് എടുക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളും ചിഹ്നങ്ങളും അതുപോലെ ദക്കായിക്കളും ശറഇന്റെ നിയമങ്ങളും മര്യാദകളൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതിലുണ്ട് എന്തുണ്ട്, അസ്റാറും ലതായിഫും, ഒരുപാട് അവ്യക്തമായി കിടക്കുന്ന പല രഹസ്യങ്ങളുമുണ്ട്. പ്രത്യേകമായ ആളുകൾക്ക് അറിയുള്ളൂ. അതുപോലെ
ഈ ഡോക്ടർമാർ കാര്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊക്കെ ശരീരത്തിലുണ്ട്. ലൈസത്ത് അവകൾ ആ രഹസ്യങ്ങളും ലത്തായ്ഫുമല്ല ഈ സഹത്തിൽ അഖിലി അതൊരു ബുദ്ധിയുടെ വിശാലതയിലോ ഖുവ്വത്തി ആ ഒരു ബുദ്ധിയുടെ ശക്തിയിലോ വിശാലതയിൽ ഇല്ല അൽ ഇഹാദത്തു ബിഹാ ഈ പറഞ്ഞ രഹസ്യങ്ങളെ കൊണ്ടും ലത്തീഫായ കാര്യങ്ങളെ കൊണ്ടും ആകെ വേണ്ടതുപോലെ അറിയാ എന്നതിന് വിശാലപ്പെട്ടതല്ല. ബുദ്ധിക്കും എത്രയോ അപ്പുറം നിൽക്കുകയാണ് അതെല്ലാം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ട് പലതും. ഏതുപോലെ കമാ അന്നവി ഖവാസിൽ ഹിജാരി പ്രത്യേക കല്ലുകൾ, ചില കല്ലുകളുണ്ട്, ആ കല്ലുകൾ പ്രത്യേകതയുണ്ട്. അങ്ങനെ പ്രത്യേക കല്ലുകൾ ഉമൂറും ചില കാര്യങ്ങളുണ്ട്. അജായിബ അത്ഭുതപരമായ ചില അത്ഭുത കാര്യങ്ങൾ അത്തരം കല്ലുകളിലുണ്ട്. വാബ ആ അത്ഭുതങ്ങൾ ആ കാര്യങ്ങൾ മറഞ്ഞു നിൽക്കുന്നു. ആ പ്രത്യേക കല്ലുകളുമേൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പലതുമുണ്ട്. ആ കല്ലുകൾ ഒളിഞ്ഞു കിടക്കുന്ന പല രഹസ്യങ്ങളും പല അത്ഭുതങ്ങളുമുണ്ട്. ആ അത്ഭുതങ്ങളൊന്നും അറിയാൻ ആരെക്കൊണ്ട് കഴിയുന്നില്ല, തൊഴിലാളികൾക്ക് അത് അറിയാൻ കഴിയില്ല. അങ്ങനെ എത്ര കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അത്താലം യഖ്ദുർ അഹദുൻ അലാ യഅരിഫ സബബല്ലദി ബിഹി യുജ്ദബുൽ മഗാനീതിസ് ഹദീദ്. ഇരുമ്പിന്റെ കാന്തം ഈ കല്ലുമായി ഏറ്റുമുട്ടുന്ന വലിച്ചുകൊണ്ട് വരപ്പെടാൻ പറ്റുന്ന പല കാരണവും ആ കല്ലിലുണ്ട്. ആ ഇരുമ്പിന്റെ കാന്തം വലിച്ചെടുക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള രഹസ്യങ്ങൾ അതിന്റെ കാരണങ്ങൾ അറിയാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. നമ്മള് ആ പാറ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി ഇരുമ്പിന്റെ മൂർച്ചയുള്ള സാധനം കൊണ്ട് തറക്കും. അങ്ങനെ ആ ഇരുമ്പിന്റെ കാന്തമുണ്ട്. ആ കാന്തം ഈ കല്ലുമായി വലിച്ചെടുക്കുന്നുണ്ട്. ഈ കാന്തത്തെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കല്ലിൽ കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അജായിബു വൽ ഗറായിബു ബിൽ അഖായിദി ഇങ്ങനെ ഭൗതികമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ഖുദ്റത്തുകളിൽ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നോക്കാം, അത്ഭുതങ്ങളും അതുപോലെ പുതുമയാർന്ന കാര്യങ്ങളും എവിടെ അഖായിദി വിശ്വാസ കാര്യങ്ങളിൽ ഇഫാദത്തിയ അവകൾ ഫലം വരുത്തുന്നതിൽ സഫായിൽ ഖുലൂബി ഖൽബുകളെ ശുദ്ധീകരിക്കുന്ന തെളിച്ചം വെക്കുന്നതിനെ ഫലം വരുത്തുന്നതിൽ നഖായിഹ അവകളെ ആത്മീയ ശുദ്ധി വരുത്തുന്നതിൽ തഹാറത്തിഹ അത് അഴുക്കുകളെ തൊട്ട് ശുദ്ധി വരുത്തുന്നതിൽ തസ്കിയത്തിഹ അവകളെ സംസ്കരിക്കുന്നതിൽ ഇസ്ലാഹിഹ അതിനെ നന്നാക്കുക ഖൽബുകളെ നന്നാക്കുക. എന്തിന് ലിത്തറഫി കേറിപ്പോകുവാൻ ഇലാജിവാറില്ല അള്ളാഹു തആലാന്റെ അടുത്തേക്ക് കേറി ചെല്ലുവാൻ പറ്റുന്ന രീതിയിലുള്ള നന്മകളൊക്കെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹു തആലാന്റെ ഔദാര്യങ്ങൾ ഒഴുകുക. ആ ഒഴുകലിന് എന്താണെന്നറിയാമോ ഈ പറയുന്ന അഖൈദകളൊക്കെ എന്താ വെളിപ്പെട്ടു നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പച്ചമരുന്നുകളിലും ഒറ്റമൂലിക മരുന്നുകളിലും അതുപോലെ മറ്റു പല മരുന്നുകളിലും ഒളിഞ്ഞു കിടക്കുന്നതിനേക്കാൾ എത്രയോ മഹാ അത്ഭുതങ്ങളും വണ്ണമായതും ഈ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിലുണ്ട്. അത് നമുക്ക് തിരിയൂല.